ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JFMC3 തിരുവനന്തപുരം വിനോദ് ബാബു സാർ ഇരുന്ന സമയത്ത് യദു കൊടുത്ത മോണിറ്ററിംഗ് ഹർജി തള്ളുകയല്ല ഉണ്ടായത്. ഇൻഫാക്റ്റ് അതൊരു പാർട്ട്ലി അലൗഡ് മാറ്ററാണ്. പാർട്ട്ലി അലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ 6 കണ്ടീഷൻസോടുകൂടി 30 ഒക്ടോബർ 2024 അദ്ദേഹം ആ ഒരു ഉത്തരവ് പാസ്സാക്കുന്നത്. അതിൽ A-E കണ്ടീഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടുള്ളത്, ഒരു കാരണവശാലും പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമോ മറ്റൊരു തരത്തിലുള്ള സ്വാധീനമോ ഉപയോഗിച്ച് അന്വേഷണത്തെ മുളച്ചൊടിക്കാൻ പാടില്ല. തെളിവുകൾ ഇലക്ട്രോണിക് എവിഡൻസ് ആയിരുന്നാലും അല്ലാതായിരുന്നാലും തെളിവുകൾ സ്വീകരിക്കുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ ടാമ്പർ പ്രൂഫായിട്ട് കോടതിയിൽ ഹാജരാക്കണം മുതലായ സ്ട്രിക്റ്റ് കണ്ടീഷൻസാണ് കോടതി അദ്ദേഹം അന്ന് പാസ്സാക്കിയ ഉത്തരവിലുള്ളത്. അതിൻ്റെ ഡേറ്റ് 30 ഒക്ടോബർ 2024. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് 30/3/2025. ആ ഒരു അത്രയും പീരീഡിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ഓർഡർ കംപ്ലൈ ചെയ്തിട്ടില്ല. അതായത് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി പാസ്സാക്കിയ ഉത്തരവ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് മൈൻഡ് പോലും ചെയ്യാതെ വളരെ എവേഴ്സീവായിട്ട് ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഹാജരാക്കി. ഈവൻ പ്രതികളെ ഒഴിവാക്കുന്നതിന് പോലും കോടതിയിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു പെർമിഷൻ വാങ്ങുകയോ അല്ലെങ്കിൽ കോടതിയിൽ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോയിരിക്കുന്നത്. അത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഒരു കോമ്പൻസേഷനുമായി ഇത് മുന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം.